ലാസ്റ്റ് വീക്കിൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഒരു ട്രേഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീക്കിൽ ഓപ്ഷൻ സ്ട്രൈക്സ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഈസ് കിഷോർ കുമാർ, ഫൗണ്ടർ ഓഫ് ടീം അവന്യൂ. വെൽക്കം ടു അവർ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്റർ ക്ലാസ്. എന്താണ് ഇൻ ദ മണി, എന്താണ് അറ്റ് ദ മണി, എന്താണ് ഔട്ട് ദ മണി, എന്താണ് ഓപ്ഷൻ ഗ്രീക്സ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഓപ്ഷൻ സ്ട്രൈക്സ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കണം. കാരണം സ്പോട്ടിനെ മനസ്സിലാക്കി നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻസിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. ഓപ്ഷൻ സ്ട്രൈക്കിനെ പ്രധാനമായിട്ട് 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ഇൻ ദ മണി, 2 അറ്റ് ദ മണി, 3 ഔട്ട് ദ മണി. ഇൻ ദ മണിയെ ITM എന്നും അറ്റ് ദ മണിയെ ATM എന്നും ഔട്ട് ദ മണിയെ OTM എന്നുമാണ് പറയാറുള്ളത്. എന്താണ് അറ്റ് ദ മണി ഓർ ATM എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. കാരണം അതിൽ നിന്നുകൊണ്ട് മറ്റു രണ്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16,479 എന്നുള്ളതാണ് ആ വാല്യൂ കാണിക്കുന്നത്. സോ അതിൽ നിന്നുകൊണ്ട് ഇത് അറ്റ് ദ മണി ഓപ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചറിന്റെ പ്രൈസിന് ഏറ്റവും നിയർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് ഏതാണോ അതിനെയാണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 16,479 നിയർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 16,500 ആണ്. കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത് 16,500 ആണ്. സോ ഒരു അറ്റ് ദ മണി എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി കാണും. ഫ്യൂച്ചറിന്റെ അല്ലെങ്കിൽ സ്പോട്ടിന്റെ പ്രൈസിന് നിയർ നിൽക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്കിനെയാണ് നമ്മൾ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻ ദ മണി സ്ട്രൈക്ക് എന്ന് നോക്കാം. അറ്റ് ദ മണി 16,500 ആണെന്ന് പറഞ്ഞു. ഇവിടെ സ്ക്രീനിൽ 16,150 മുതൽ 16,800 വരെയുള്ള സ്ട്രൈക്ക് ഷോ ചെയ്തിട്ടുണ്ട്. ഇവിടെ 16,500നും മുകളിലോട്ടുള്ള 16,450, 400, 350 ഈ സ്ട്രൈക്കുകളെ കോൾ ഓപ്ഷനിൽ ഇൻ ദ മണി എന്നാണ് പറയുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്ത് മാർക്കറ്റ് മേളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് നടന്നത് 16,200ൽ നിന്ന് 16,300 പാസ് ചെയ്താണ് 16,500ൽ വന്ന് നിൽക്കുന്നത്. സോ ആ ടൈമിൽ 16,200 മുതൽ 16,500 വരെ അല്ലെങ്കിൽ 16,500ന് താഴെയുള്ള എല്ലാ സ്ട്രൈക്കുകളെയും ഇൻ ദ മണി ഓപ്ഷൻസ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ 16,500 കഴിഞ്ഞിട്ട് ട്രേഡ് നടക്കാൻ ഇനി പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏരിയ, അതായത് 16,550, 16,600, 16,650 തുടങ്ങിയ സ്ട്രൈക്കുകളെ നമ്മൾ ഔട്ട് ദ മണി ഓപ്ഷൻസ് എന്ന് പറയാറുണ്ട്. ഇതെന്തിനാണ് ഒരു ഓപ്ഷൻ ട്രേഡർ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിലും നമ്മളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിലും ഈ പറയുന്ന അറ്റ് ദ മണിക്കും ഇൻ ദ മണിക്കും ഔട്ട് ദ മണിയുടെയും ഓപ്ഷൻ സ്ട്രൈക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ ഈ ഓപ്ഷൻ സ്ട്രൈക്സ് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇതിനെ ഈ 3 രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു പുട്ട് ഓപ്ഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കോൾ ഓപ്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. 16,500 ആണ് അറ്റ് ദ മണി, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 16,500 കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ട്രൈക്സും ഇൻ ദ മണി ഓപ്ഷനും 16,500ന് എബവ് ഉള്ള എല്ലാ സ്ട്രൈക്സും ഔട്ട് ദ മണി ഓപ്ഷനുമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷന്റെ പാർട്ട് നോക്കുമ്പോൾ 16,800ൽ നിന്ന് മാർക്കറ്റ് 16,750, 700, 650 റേഞ്ചിലേക്കാണ് പോകുന്നത്. അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ 16,500 റേഞ്ചിന്റെ ബിലോ ഉള്ളതെല്ലാം ഇൻ ദ മണിയും 16,500 അബോവ് 16,500 അബോവ് ആയി 16,450, 400 അവിടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ട്രേഡ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയെ ഔട്ട് ദ മണിയുമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇവിടെ എന്താണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ LTP ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഒന്ന് നോക്കിയാൽ മതിയാവും. 76 rupees ആണ്. എന്നാൽ അതിന്റെ ഇൻ ദ മണിയിലേക്ക് പോകുമ്പോൾ 16,450 എന്ന സ്ട്രൈക്കിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ 101 ആണ്. 16,400ലേക്ക് പോകുമ്പോൾ 134 ആണ്. 16,350ലേക്ക് പോകുമ്പോൾ 169 ആണ്. എന്നാൽ അറ്റ് ദ മണിയുടെ താഴെ ഔട്ട് ദ മണി സ്ട്രൈക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ അറ്റ് ദ മണിയേക്കാൾ കുറവാണ്. 55 rupees ആണ് 16,550യുടെ സ്ട്രൈക്കിന് കാണിക്കുന്നത്. 16,600 സ്ട്രൈക്ക് എടുക്കുമ്പോൾ 37 rupees ആണ് വരുന്നത്. സോ ഔട്ട് ദ മണി സ്ട്രൈക്സിന്റെ വാല്യൂ എപ്പോഴും കുറവാണ്. അത് കഴിഞ്ഞാൽ ഔട്ട് ദ മണി സ്ട്രൈക്സിൽ നിന്ന് മുകളിലേക്ക് പോയി അറ്റ് ദ മണിക്ക് ഒരു സെപ്പറേറ്റ് വാല്യൂ ആണ്. അതിന് മുകളിലേക്ക് ഇൻ ദ മണിയിലേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു വാല്യൂ ആണ്. സോ ഇതിന്റെ
ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു ട്രേഡറിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി ഓപ്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണും. ഇനി പ്രധാനമായിട്ടൊരു ഓപ്ഷൻ ട്രേഡർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റിയാണ്. എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓപ്ഷന്റെ സ്ട്രൈക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 16,500 സ്ട്രൈക്ക്. ഈ സ്ട്രൈക്ക് അതിന്റെ വാല്യൂ വന്നിട്ട് 76 റുപ്പീസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ മൂവ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷന്റെ സ്ട്രൈക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ സ്ട്രൈക്സ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. സോ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി ഓപ്ഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലായി കാണും. ഒരു ഓപ്ഷൻ ട്രേഡർ ഇത് കഴിഞ്ഞാൽ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓപ്ഷൻ ഗ്രീക്സ് എന്താണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഓപ്ഷന്റെ 4 ഗ്രീക്സ് ആണ് ഒരു ട്രേഡർ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ. ഈ 4ഉം എന്താണെന്നും അത് ഓപ്ഷന്റെ പ്രൈസിങ്ങിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ ട്രേഡർ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഞാൻ ഇന്ന് ഡെൽറ്റ എന്താണ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഒരു ഓപ്ഷൻ സ്ട്രൈക്കിന്റെ മൂവ്മെന്റിനെ വളരെയധികം നിർണ്ണയിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഗ്രീക്ക് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഒരു അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് എത്ര മൂവ് ചെയ്യുമെന്ന് മനസ്സിലാക്കാനാണ് ഡെൽറ്റ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി 16,500 നിന്ന് 16,501 മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 16,500 ഈ കാണുന്ന അറ്റ് ദ മണി ഓപ്ഷന്റെ വാല്യൂ എത്രയായിട്ട് മാറും എന്നുള്ള കാര്യം നമുക്കറിയണം. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി 16,500 നിന്ന് 16,501 മൂവ് ചെയ്യുമ്പോൾ, അതായത് സ്പോട്ടിന്റെ പ്രൈസ് ₹1 ചേഞ്ച് വരുമ്പോൾ 16,500 കോൾ ഓപ്ഷനിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഡെൽറ്റ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ 16,500 പ്രൈസ് എന്ന് പറയുന്നത് 76 ആണ്. അവിടുത്തെ ഡെൽറ്റ വാല്യൂ നോട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് എൻഡിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ആ സ്ട്രൈക്കിന്റെ നേരെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.47 ആണ് ഡെൽറ്റ വാല്യൂ കാണിക്കുന്നത്. സോ ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. സ്പോട്ടിന്റെ പ്രൈസ് ₹1 ചേഞ്ച് വരുമ്പോൾ ഈ ഓപ്ഷന്റെ പ്രൈസിംഗിൽ 0.47 ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് 16,500 നിന്ന് 16,501 മൂവ് ചെയ്യുമ്പോൾ ഈ ഓപ്ഷന്റെ പ്രൈസ് 76 നിന്ന് 76.47 ആയിട്ട് മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഡെൽറ്റ വാല്യൂവിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കോൾ ഓപ്ഷന്റെ ഡെൽറ്റ വാല്യൂ എപ്പോഴും 0 മുതൽ 1 വരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഓരോ സ്ട്രൈക്സിന്റെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 16,800 ഔട്ട് ദ മണിയുടെ വാല്യൂ 0.06 ആണ്. എന്നാൽ ഇൻ ദ മണിയുള്ള 16,150 എന്ന് പറയുന്ന കോൾ ഓപ്ഷന്റെ വാല്യൂ 0.9 ആണ്. സോ കോൾ ഓപ്ഷൻസിന്റെ ഡെൽറ്റ വാല്യൂസ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് 0 to 1 വരെ ആയിരിക്കും. എന്നാൽ പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റ വാല്യൂ എപ്പോഴും 0 to -1 വരെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോഴാണ് പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കൂടുന്നത്. അതുകൊണ്ടാണ് ഇത് 0 to -1 വരെ പുട്ട് ഓപ്ഷൻസിന് ഡിനോട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഒരു ട്രേഡർ ഡെൽറ്റ വാല്യൂ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുന്നതിന് ഒരു ഓപ്ഷൻ ട്രേഡറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ടൂളാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഡെൽറ്റ വാല്യൂ അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ദ മണി സ്ട്രൈക്കുകൾക്ക് ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഇൻ ദ മണി സ്ട്രൈക്കിന് ഡെൽറ്റ വാല്യൂ എപ്പോഴും കൂടുതലും ഔട്ട് ദ മണി സ്ട്രൈക്സിന് ഡെൽറ്റ വാല്യൂ എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ബയറിനും സെല്ലറിനും അവരുടെ ടാർഗറ്റ് ഏറ്റവും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഡെൽറ്റ വാല്യൂ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് ഡെൽറ്റ വാല്യൂ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് അപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷന്റെ പ്രൈസിംഗ് അപ്പാകുന്നു. അതിന്റെ കൂടെ തന്നെ ഡെൽറ്റ വാല്യൂവിലും കൃത്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അറ്റ് ദ മണി ഓപ്ഷന്റെ ഡെൽറ്റ വാല്യൂ 0.47 ആണ് ഇവിടെ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും 16,500 നിന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് 16,550 മൂവ് ചെയ്യുമ്പോൾ ഇവിടെ അറ്റ് ദ മണിയിൽ നിന്ന് 16,500 എന്ന ഓപ്ഷൻ സ്ട്രൈക്ക് ഇൻ ദ മണി ആയിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ടും 0.47 എന്ന് പറയുന്ന ഡെൽറ്റ വാല്യൂവും അവിടെ ചേഞ്ച് ചെയ്യപ്പെട്ട് മുകളിലേക്ക് കയറുന്നതായിരിക്കും. അതുപോലെ തന്നെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ഡൗൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്ഷന്റെ പ്രൈസും താഴേക്ക് പോകും. അതിനനുസൃതമായി തന്നെ ഡെൽറ്റ വാല്യൂവും കുറവ് വരുന്നതായിരിക്കും. എന്താണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ദ മണി, എന്താണ് ഓപ്ഷൻ ഗ്രീക്കിലെ ഡെൽറ്റ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓപ്ഷൻ ഗ്രീക്കിലെ ഗാമ, വേഗ, തീറ്റ അതുപോലെ തന്നെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്താണ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർ ടീം ഔട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.